യഥാർത്ഥത്തിൽ വലിയ നാടകീയമായ സംഭവവികാസമാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒരുപക്ഷെ അവിടുത്തെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബ് റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ മകളും ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം വിട്ടൊഴിഞ്ഞ ഷെയ്ഖ് ഹസീനയും ഒരുപക്ഷെ ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ നേതാക്കളാണ്. അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് നാടകീയതയും ഒരു ക്രൈം ത്രില്ലറിനെ പോലെ അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ്, വലിയൊരു ക്ലൈമാക്സിലേക്ക് പോകുന്ന ഒരു സിനിമയെ, ത്രില്ലർ സിനിമയുടെ പോലെയുള്ള കാര്യങ്ങളാണുള്ളത്. ഒരുപക്ഷെ അതിൻ്റെ ചരിത്രമെടുക്കുമ്പോൾ ഈ ബംഗാളി സ്വത്വം, ബംഗാളികൾക്ക് സ്വതന്ത്രമായ രാജ്യം എന്ന കൺസെപ്റ്റ്, അങ്ങനെ ഒരു ആവശ്യം വരുന്നത് 1757 പ്ലാസി യുദ്ധകാലത്താണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആ യുദ്ധത്തിലാണ് ബംഗാളികളുടെ സ്വത്വം എന്നുള്ളത് വന്നത്. പക്ഷെ 2 നൂറ്റാണ്ടിന് ശേഷം അങ്ങനെ ഒരു സ്വത്വം അല്ലെങ്കിൽ ബംഗാളികളുടെ ഒരു രാജ്യം ബംഗ്ലാദേശ്, അതിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുജീബ് റഹ്മാനാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ടാണ് ബംഗ്ലാദേശിൻ്റെ വിമോചന സമരം നയിച്ചത്. പാകിസ്ഥാൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ജനറൽ ആയൂബ് ഖാൻ അദ്ദേഹത്തെ ജയിലിലടച്ചു. 12.5 വർഷത്തോളം അദ്ദേഹം ജയിലിലായിരുന്നു. എന്നാലും ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ ബംഗബന്ധു എന്നാണ് അറിയപ്പെടുന്നത്. ബംഗാളിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധു എന്ന പേര് തന്നെ അദ്ദേഹത്തിന് നൽകിയിരുന്നു. എന്തായാലും ബംഗ്ലാദേശ് പൂർണ്ണമായിട്ട് സ്വതന്ത്ര രാജ്യമായി മാറുന്നത് 1971 ഡിസംബർ 16 അന്ന് ഇന്ത്യയുടെ സൈന്യം പാകിസ്ഥാനെ കീഴടക്കി 13 ദിവസത്തെ യുദ്ധത്തിൽ ബംഗ്ലാദേശിനെ മോചിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു ഷെയ്ഖ് മുജീബ് റഹ്മാൻ. അദ്ദേഹം വലിയ പോപ്പുലറായിരുന്നു, ദേശീയ നായകനായി. അദ്ദേഹം ലോകരാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു, സോഷ്യലിസ്റ്റ് ക്രമം കൊണ്ടുവന്നു, സെക്യുലർ മതേതരത്വമുള്ള ഒരു സർക്കാർ. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് വിഭിന്നമായി ബംഗ്ലാദേശിൽ ഉണ്ടാവാൻ കാരണം സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായിട്ടുള്ള മുജീബ് റഹ്മാനാണ്. അദ്ദേഹം ഒരു വിപ്ലവകാരിയായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ അല്പം മോശമായപ്പോൾ 1974 അവിടെ ബംഗാളിൽ ക്ഷാമം ഉണ്ടായി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് കുറച്ച് നഷ്ടപ്പെട്ടത്. എന്നാലും വൺ പാർട്ടി റൂള് കൊണ്ടുവന്നു. 75 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, അത് 75 അല്ല 47 പക്ഷെ 75 ഓഗസ്റ്റ് 15 അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അതിന് വളരെ നാടകീയമായിട്ടുള്ള ഇതിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗണഭവൻ എന്ന ഔദ്യോഗിക വസതിയിലേക്ക് ഹസീന രക്ഷപ്പെട്ടതും ആ വസതിയിൽ നിന്നാണ്. ഗണഭവനിലേക്ക് ഒരു വിഭാഗം പട്ടാളക്കാർ എരച്ചു കയറുകയായിരുന്നു, ജൂനിയർ പട്ടാളക്കാർ. യഥാർത്ഥത്തിൽ ആർമി ചീഫ്, ആർമിയുടെ തലവൻ പോലും അറിയാതെയാണ് ഇടതട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ എരച്ചു കയറിയത്. അദ്ദേഹം കട്ടിൽപ്പടി അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. കോണിപ്പടിയിൽ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അദ്ദേഹത്തിന് 3 ആൺമക്കളെ വെടിവെച്ച് കൊന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വെടിവെച്ച് കൊന്നു, ആൺമക്കളുടെ ഭാര്യമാരെ വെടിവെച്ച് കൊന്നു. അതിൽ അന്ന് രക്ഷപ്പെട്ട 2 പേർ, അത് അദ്ദേഹത്തിൻ്റെ മകൾ ആയിട്ടുള്ള ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ഷെയ്ഖ് ഹസീനയും അവരുടെ സഹോദരി റഹാനിയുമാണ്. ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു. അവരുടെ ഒരുപാട് ബന്ധുക്കൾ, അതുപോലെ തന്നെ അന്ന് കൂടെ ഉണ്ടായിരുന്ന ബ്രിഗേഡിയർ ജനറൽ വരെ. കാരണം പട്ടാളത്തിലെ തലപ്പത്തുള്ളവർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു പട്ടാള വിപ്ലവം നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ബംഗാളിൽ പട്ടാളത്തിലെ ഒരു വിഭാഗം അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അതിനുശേഷം അവർ ഭരണം വന്നു. പിന്നീട് വേറൊരു പട്ടാള വിപ്ലവത്തിലൂടെ നിലവിലുണ്ടായിരുന്ന പട്ടാള വിപ്ലവത്തിന് നേതൃത്വം നൽകിയവരെ മാറ്റി. പിന്നീട് ആണ് തെരഞ്ഞെടുപ്പിലൂടെ 2009 വരെ പലരായിട്ട് മാറി മാറി ഭരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് 2009 വീണ്ടും അതിശക്തമായ രീതിയിൽ അവർ തിരിച്ചു വരുന്നത്, ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. അതിനു മുമ്പ് അവർ പട്ടാള ഭരണത്തിനെതിരെ വലിയ രീതിയിൽ തെരുവുകളിൽ സമരം നടത്തിയിരുന്നു ജനാധിപത്യ മാർഗത്തിലൂടെ. പക്ഷെ 4 തവണ പ്രധാനമന്ത്രിയായി കഴിഞ്ഞ ഷെയ്ഖ് ഹസീന ഒരു തരത്തിൽ ഒരു ഏകാധിപതിയായി മാറിയെന്നാണ് അവരെക്കുറിച്ചുള്ള ആരോപണം. അവരെ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ അടിച്ചൊതുക്കി, ആരെതിരെ സംസാരിച്ചാലും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി, വലിയൊരു ഉരുക്കു വനിത എന്നുള്ള രീതിയിലേക്ക്. മാർഗരറ്റ് താച്ചർ ബ്രിട്ടനിലും ഇന്ദിരാഗാന്ധി ഇന്ത്യയിലൊക്കെ ഉരുക്കു വനിതയായിട്ട് അറിയപ്പെട്ടിരുന്നു. പക്ഷെ അവരുടെയൊക്കെ അവസാന കാലത്ത് അവർ ഏകാധിപതികളായിട്ട് മാറിയെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും ഇലക്ഷനിൽ തോറ്റുപോയതും പിന്നീട് തിരിച്ചു വന്നതൊക്കെ ഇന്ത്യയുടെ ചരിത്രമാണ്. ഏതാണ്ട് അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് ഉണ്ട്. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് തിരിച്ചു വരാൻ പറ്റി. പക്ഷേ ഇവിടെ ഒരുപക്ഷെ കാലത്തിൻ്റെ വിളി കേൾക്കാതെ പോയ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇനി ഈ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ ഇല്ലോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ പട്ടാളമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ പ്രതിപക്ഷത്തെ ചേർത്തുകൊണ്ട് ഒരു ഇടക്കാല സർക്കാർ ഉണ്ടാക്കാൻ
സൈന്യം അനുവദിച്ചാൽ സ്വാഭാവികമായിട്ടും ഡെമോക്രസി അവിടെ പുലരും. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അവിടെ ജനാധിപത്യ സർക്കാർ വേണം, സൈന്യം ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അമേരിക്കയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഇത് പറയുന്നുണ്ട്. എന്തായാലും ഈ തരത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയ ഷെയ്ഖ് ഹസീനയുടെ, ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ കുടുംബത്തിൻ്റെ ഒരു ആധിപത്യം രാഷ്ട്രീയത്തിൽ ഇല്ലാതാവുകയാണ്. അതിലേറ്റവും വലിയ സൂചന എന്ന് പറയുന്നത് ബംഗബന്ധു എന്നറിയപ്പെടുന്ന രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ വലിയ പ്രതിമ അടിച്ചു തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വൈറലാണ്. ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ തകർച്ചയെ നേരിട്ട കാലത്ത് മോസ്കോയിൽ കോമ്രേഡ് ലെനിൻ്റെ വലിയ വെങ്കല പ്രതിമ തകർത്തിരുന്നു, അതുപോലെ താഴെയിട്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ പ്രതിമ പ്രക്ഷോഭകാരികൾ തകർക്കുന്നതിൻ്റെ വിഷ്വൽസ് വന്നു. ഒരുപക്ഷെ വലിയ ഹൃദയഭേദകമായ ചിത്രമാണ്. കാരണം ഷെയ്ഖ് ഹസീനയെക്കുറിച്ച് ആക്ഷേപങ്ങളുണ്ടാവാം, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഷെയ്ഖ് മുജീബ് റഹ്മാൻ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വീരനായകനായിരുന്നു. വീരനായകനെ ഇപ്പോൾ പുതിയ ജനറേഷൻ തള്ളിപ്പറയുകയും അദ്ദേഹത്തിൻ്റെ പ്രതിമ തകർക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഒരു തരത്തിൽ സങ്കടകരമാണ്. പക്ഷേ ഈ ജനാധിപത്യത്തെ തള്ളിപ്പറയുകയും അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ട് കാര്യങ്ങൾ പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ ജനാധിപത്യം ജനങ്ങളുടെ ആധിപത്യമാണ്. ജനങ്ങൾ അധികാരം ഏറ്റെടുക്കുന്നു. പാർലമെൻറ്റിൽ വിദ്യാർത്ഥികൾ ഇരച്ചു കയറിയതും ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചു കയറിയതും ഇത് പുത്തൻ സംഭവമല്ല. ശ്രീലങ്കയിൽ സംഭവിച്ചതാണ്. ഇതേ സംഭവം തന്നെ ബംഗ്ലാദേശിലും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് മുജീബ് റഹ്മാൻ, ഷെയ്ഖ് ഹസീന, അതിൻ്റെ കുടുംബാധിപത്യം ഏതാണ്ട് തീരുകയാണ്. അവരുടെ ബാക്കി എല്ലാവരും 1975 ഓഗസ്റ്റ് 15 അദ്ദേഹത്തിന് ആൺമക്കളെല്ലാം കൊല്ലപ്പെട്ടതാണ്. അങ്ങനെയാണ് ഷെയ്ഖ് ഹസീന ഉയർന്നു വരുന്നത്. അവരുടെ രാഷ്ട്രീയത്തിന് താൽക്കാലികമായിട്ടെങ്കിലും അന്ത്യമായിരിക്കുന്നു. ഇനി അവർ ലണ്ടനിലോ മറ്റുള്ളവരോടത്തോ രാഷ്ട്രീയ അഭയം തേടി പിന്നീട് എന്തെങ്കിലും തിരിച്ചു വരുമെന്നറിയില്ല. അങ്ങനെ തിരിച്ചു വരുന്ന ചരിത്രം ഒരുപാടുണ്ട്. നവാസ് ഷെരീഫ് തിരിച്ചു വന്നിട്ടുണ്ട്, ബേനസീർ ഭൂട്ടോ തിരിച്ചു വന്ന് അവർ ഒരു വലിയ റാലികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ വെടിവെച്ച് കൊല്ലുകയും സ്ഫോടനത്തിൽ അവർ കൊല്ലപ്പെടുകയും ചെയ്തത്. എന്നാലും ഷെയ്ഖ് ഹസീനയ്ക്ക് താൽക്കാലികമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള കാര്യത്തിൽ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള അന്ത്യം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവർക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ പിന്നീട് ഉണ്ടാവാം. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.